Hi dears, welcome back to Tools Academy. എല്ലാ സീറ്റഡ് ആസ്പിറൻസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാംസ് ഓറിയന്റഡ് സെഷനുമായിട്ടാണ് ഇന്ന് ടോസ് അക്കാഡമി എത്തിയിട്ടുള്ളത്. മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൻസറുകളും അതുപോലെ തന്നെ മറ്റ് ഓപ്ഷൻസും ഇന്നത്തെ ഈ ഒരു സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവരും ആദ്യാവസാനം വരെ കാണുക. Let us begin our session. The first question was, Harapans were master craftsmen and possessed knowledge of dash metallurgy. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വിത്തൗട്ട് ഡൗട്ടിൽ നമുക്ക് പറയാൻ സാധിക്കും. ബ്രൗൺസ് ആണ് കറക്റ്റ് ഓപ്ഷൻ വന്നിട്ട്. അതുപോലെ തന്നെ ഹാരപ്പൻസ് മെയ്ഡ് എന്നും പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലെ കറക്റ്റ് ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെ കുറിച്ചിട്ടുള്ളൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നോക്കാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹിസ്റ്ററിയിൽ നിന്നും എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹാരപ്പൻ സിവിലൈസേഷൻ അഥവാ ബ്രൗൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് പോകാം. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്രാഫ്റ്റ് ആൻഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും വരുന്ന ഒന്നാണ് ബീറ്റ് മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബീറ്റ് മേക്കിംഗ് എന്ന് പറയുന്നത് ചൻഗുദാരോ ആൻഡ് ലോഥേലായിരുന്നു അതിലെ ഏറ്റവും മോസ്റ്റ് പ്രോമിനന്റ് സൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് പോട്ടറി ആണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും റെഡ് ആൻഡ് ബ്രൗൺ, റെഡ് അല്ലെങ്കിൽ ബ്രൗൺ പോട്ടറീസ്, അതായത് ഈ ഒരു ബ്ലാക്ക് പെയിന്റഡിനകത്ത് റെഡ് ബ്രൗൺ ഡിസൈനോട് കൂടിയിട്ടുള്ള പോട്ടറീസ് ആയിരുന്നു നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് മെറ്റൽ വർക്ക്സ് എന്ന് പറയുന്നത്. ടൂൾസ് ആൻഡ് ഓർണമെന്റ്സ് മെയ്ഡ് ഫ്രം കോപ്പർ, ബ്രൗൺസ്, ഗോൾഡ് ആൻഡ് സിൽവർ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്റ്റോൺ കട്ടിങ് ആൻഡ് ഷെൽ ക്രേവിംഗ് ആൻഡ് വേവിംഗ് വെയർ പ്രാക്ടീസ്ഡ്. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു പ്രധാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഹാരപ്പൻ നിർമ്മിതികളെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തന്നിട്ടുള്ളതിൽ ഹാരപ്പൻ മെയ്ഡ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ സീൽ ഔട്ട് ഓഫ് സ്റ്റോൺ എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ. അത് കറക്റ്റ് ആണോ അഥവാ റോങ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഹാരപ്പൻ സീൽസ് എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ആർട്ടിഫാക്ട്സ് ആണ്. മോസ്റ്റ് കോമൺലി ഇത് നിർമ്മിച്ചിട്ടുള്ളത് സോഫ്റ്റ് സ്റ്റോൺസ്, അതിനെ പൊതുവെ വിശേഷിപ്പിക്കുന്നത് സ്റ്റീറ്റൈറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ് സ്റ്റോൺ എന്നുള്ള രീതിയിലാണ്. ആൻഡ് ദീസ് സീൽസ് യൂഷ്വലി ഫീച്ചേർഡ് ആനിമൽ മോട്ടീവ്സ് ആൻഡ് സ്ക്രിപ്റ്റ്സ് ദാറ്റ് റിമൈൻ അൺഡിസിഫൈഡ്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് പോട്ട്സ് വിത്ത് യെല്ലോ ഡിസൈൻ ആണ്. അതൊരു ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഹാരപ്പൻ പോട്ടറീസിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് റെഡ് ആൻഡ് ബ്ലാക്ക് വെയർസ് ആണ്. So they typically made red striped pottery with the intricate design painted in black pigment, not yellow. അടുത്തത് സ്പിൻഡിൽ വോൾസ് മെയ്ഡ് ഓഫ് അയൺ. അപ്പോൾ അതൊരു അബ്സല്യൂട്ട്ലി ഇൻകറക്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. കാരണം അയൺ എന്ന് പറയുന്നത് ഹാരപ്പൻ സിവിലൈസേഷന്റെ ഭാഗമായിരുന്നില്ല. ഓക്കെ, അപ്പം ഹാരപ്പൻ സിവിലൈസേഷനകത്ത് ഈ പറഞ്ഞിട്ടുള്ള സ്പിൻഡിൽ വോൾസ് ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത് ടെറാക്കോട്ട ആൻഡ് പെയിന്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഒരിക്കലും അയൺ ഉപയോഗിച്ചിട്ടില്ല. ആൻഡ് ലാസ്റ്റ് വന്നിട്ടുള്ളത് ഗോൾഡ് വെസൽസ് ആണ്. അപ്പോൾ ഗോൾഡ് വെസൽസ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. കാരണം മെറ്റൽ വർക്കിനും കാരണം മറ്റിതിനുമൊക്കെ വേണ്ടിയിട്ട് ഗോൾഡ് വെസൽസ് ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. ലോഥേലിൽ നിന്നുമാണ് ഈ ഗോൾഡ് വെസൽസ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. ഹു എമംഗ് ദ ഫോളോവിങ് വർക്ക്ഡ് ഇൻ ലെതർ വർക്ക്സ് ഇൻ ദ സെൻട്രൽ ഇന്ത്യ ആൻഡ് ഓൾസോ സ്റ്റാർട്ടഡ് സത്നാമി മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സത്നാമി മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടുള്ള ഏരിയാസ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്, ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിലെ ഓരോ ഓപ്ഷൻസും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കറക്റ്റ് ആൻസറിലേക്ക് പോകാം. അപ്പോൾ സത്നാമി മൂവ്മെന്റ് എന്ന് പറയുന്നത് മിഡ് 19th സെഞ്ച്വറിയിൽ ഘാസിദാസ് ആണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഇന്ത്യയുടെ മധ്യഭാഗത്ത് പ്രത്യേകിച്ചും ഛത്തീസ്ഗഡ് റീജിയനിലാണ് ഈ ഒരു മൂവ്മെന്റ്
സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗാസിദാസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലി എന്ന് പറയുന്നത് ഒരു ലെതർ വർക്കേഴ്സ് ആണ്. അപ്പോൾ he spent his life working to improve the social status of leather workers, that's called the chamas, and other marginalized communities. So this movement focused on worshipping one true god, that Satnam, and rejected the caste system and idol worship. It aimed to bring dignity and social equality to those considered low caste in the prevailing social hierarchy. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ജ്യോതിറാവ് ഫുലെയെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വരാറുള്ളതാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിലെ ഓരോ ഓപ്ഷൻസും വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം ഏരിയാസ് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ജ്യോതിറാവ് ഫുലെയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു സോഷ്യൽ റീഫോമർ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം മഹാരാഷ്ട്രയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹി ഫൗണ്ടഡ് ദ സത്യ ശോധക് സമാജ് to fight for the right of lower caste and women. And അടുത്തത് ഹരിദാസ് താക്കൂർ ആണ്. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു പ്രധാനമായിട്ടുള്ള വൈഷ്ണവ സൈന്റ് ആണ്. ആൻഡ് എ ക്ലോസ് അസോസിയേറ്റ് ചൈതന്യ മഹാപ്രഭു, known for his devotion to the chanting of Hare Krishna mantra in the Bengal region. ആൻഡ് അടുത്തത് പാത്കെ ആണ്. പാത്കെയുടെ ഫുൾ നെയിം എന്ന് പറയുന്നത് വാസുദേവ ബൽവന്ത് ഭാത്കെ ആണ്. Who was the revolutionary leader in Maharashtra, known as the father of Indian armed rebellion, rather than leader of Satnami movement. അപ്പോൾ ജ്യോതിറാവ് ഫുലെയെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യൻ എക്സ്ട്രാ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഓൺ ജ്യോതിറാവ് ഫുലെ ആർ കറക്റ്റ് എന്നുള്ളതാണ്. ഫസ്റ്റ് വന്നിട്ട് ഫുലെ സ്റ്റഡീഡ് ഇൻ ക്രിസ്ത്യൻ മിഷണറി സ്കൂൾ ആൻഡ് ഹി കൗണ്ടഡ് ബ്രാഹ്മൺസ് ക്ലെയിം ഓഫ് സുപ്പീരിയറിറ്റി. He said that Aryans were foreigners. He was critical of anti-colonial nationalism of his times. He dedicated his book Gulamgiri to anti-apartheid struggle of South Africa. ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അറിയുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ജ്യോതിറാവ് ഫുലെയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കവർ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് ഇനി പോകാം. ഫസ്റ്റ് വന്നിട്ടുള്ള ആ ഒരു ഓപ്ഷൻ കറക്റ്റ് ആണ്. ഫുലെ സ്റ്റഡീഡ് ഇൻ ക്രിസ്ത്യൻ മിഷണറി സ്കൂൾ. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു സ്കൂൾ ജീവിതം ഇനിഷ്യലി കഴിഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം സ്കോട്ടിഷ് മിഷണറിയുടെ പൂനെയിലുള്ള സ്കൂളിലാണ് 1841 മുതൽ പഠനം ആരംഭിച്ചിട്ടുള്ളത്. ഹി കൗണ്ടഡ് ബ്രാഹ്മിൺസ് ക്ലെയിം ഓഫ് സുപ്പീരിയറിറ്റി. അത് ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫുലെ വാസ് ഫയർസ് ക്രിട്ടിക് ഓഫ് ബ്രാഹ്മണിക്കൽ ഡോമിനൻസ് and founded the Satya Shodhaka Samaj in 1873 to advocate for the right of lower caste. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഫൗണ്ടേഷന്റെ പേരാണ് സത്യ ശോധക സമാജ്. 1873 സ്ഥാപിതമായിട്ടുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ആര്യൻസ് എന്ന് പറയുന്നത് ഫോറിനേഴ്സ് ആണ്, അല്ലെങ്കിൽ ആര്യന്മാര് വിദേശികളാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ്. He argued that Aryans were outsiders who came from beyond Indus, defeated the indigenous people and established the caste system to maintain their dominance. And അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് he was critical of anti-colonial nationalism of his times. Fule believed that the nationalist movement led by upper caste leaders did not address the issue of caste inequality. He feared that once the British left, upper caste leaders would continue to oppress the masses. ആൻഡ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് ഇതിൽ ആക്ച്വലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ബാക്കി എല്ലാം തന്നെ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഹി ഡെഡിക്കേറ്റഡ് ഹിസ് ബുക്ക് ഗുലാമഗിരി ടു ആന്റി അപ്പാർത്തൈഡ് സ്ട്രഗിൾ. അപ്പാർത്തൈഡ് എന്ന് പറയുന്നത് ഒരു വർണ്ണ വിവേചനമാണ്. അത് നടക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള ഗുലാംഗിരി എന്ന് പറയുന്നത് he did write the book Gulamgiri, that means slavery, in 1873. He dedicated it to the American who fought to end slavery during the American Civil War. It's not an anti-apartheid struggle of South Africa. ജോഗ്രഫിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ആവർത്തിച്ചു വരുന്നതുമായിട്ടുള്ള ഏരിയാസിൽ ഒന്നാണ്
എനർജി സോഴ്സുകൾ എന്ന് പറയുന്നത്? തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചൂസ് ദ കറക്റ്റ് ഗ്രൂപ്പ് ഓഫ് കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ഫ്രം ദ ഫോളോവിങ്. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ സാധിക്കും. ഓയിൽ, നാച്ചുറൽ ഗ്യാസ് ആൻഡ് ഫയർവുഡ്. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള എനർജി സോഴ്സുകളെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൺവെൻഷണൽ സോഴ്സിനകത്ത് വന്നിട്ടുള്ളതാണ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് ആൻഡ് ഫയർവുഡ് എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കൊമേഴ്സ്യൽ, നോൺ കൊമേഴ്സ്യൽ ആൻഡ് നോൺ കൺവെൻഷണൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. കൊമേഴ്സ്യൽ ആയിട്ടുള്ള എനർജി സോഴ്സുകളാണ് കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഇലക്ട്രിസിറ്റി. അത് തെർമൽ ആൻഡ് ഹൈഡൽ, ഇത് രണ്ടും ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നോൺ കൊമേഴ്സ്യൽ ആയിട്ടുള്ളവയാണ് ഫയർവുഡ്, അതുപോലെ തന്നെ ഡ്രൈഡ് കാറ്റിൽ എഗ് തുടങ്ങിയിട്ടുള്ളവ. ബയോഗ്യാസ്, സോളാർ, ടൈഡൽ ആൻഡ് അതർ ജിയോതെർമൽ എനർജി, ഇതെല്ലാം തന്നെ നോൺ കൺവെൻഷണൽ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി സോഴ്സുകളാണ്. ജോഗ്രഫിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ ആണ് അറ്റ്മോസ്ഫിയർ ലെയർ. സ്ട്രാറ്റോസ്ഫിയർ ഹാസ് ഐഡിയൽ കണ്ടീഷൻ ഫോർ ഫ്ലൈയിങ് എയ്റോപ്ലെയിൻസ്. ചൂസ് ദ കറക്റ്റ് റീസൺ. അപ്പോൾ അടുത്തൊരു എക്സാമിന് നമുക്ക് ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അതായത് എയ്റോപ്ലെയിൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എയ്റോപ്ലെയിൻസിന് ഫ്ലൈയിങ്ങിന് പറ്റുന്ന അറ്റ്മോസ്ഫിയർ ലെയർ ഏതാണെന്നുള്ളത്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്ട്രാറ്റോസ്ഫിയറിൽ എയ്റോപ്ലെയിൻസിന് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് പ്രധാനമായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ് കേട്ടോ. അതായത് ഫ്രീ ഫ്രം ക്ലൗഡ്സ് ആൻഡ് റിലേറ്റഡ് വിത്ത് ഫിനോമിന എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഓപ്ഷന് സാധൂകരിക്കുന്ന എക്സ്പ്ലനേഷൻ എന്ന് നമുക്ക് നോക്കാം. സോ വെതർ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്പ് വെതർ ലൈക്ക് ക്ലൗഡ്സ്, റെയിൻ, അതേപോലെ തന്നെ തണ്ടർ സ്റ്റോംസ്, ഇതെല്ലാം തന്നെ സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അതായത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ലെയർ ആണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ ട്രോപ്പോസ്ഫിയറിലാണ് ഈ പറഞ്ഞ തരത്തിലുള്ള എല്ലാ വെതർ സ്റ്റെബിലിറ്റികൾ, അതായത് ക്ലൗഡ്, റെയിൻ, അതേപോലെ തണ്ടർ സ്റ്റോംസ്, ഇതെല്ലാം തന്നെ ഒക്യുർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലായിട്ടാണ് സ്ട്രാറ്റോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഈ ഒരു വെതർ സോണിനെ സംബന്ധിച്ചിടത്തോളം, പൈലറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടിയൊക്കെ വിസിബിലിറ്റി, അതായത് ഫ്ലൈറ്റ് പാത്തിന്റെ വിസിബിലിറ്റി ലഭിക്കുന്നത് ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. അറ്റ്മോസ്ഫിയർ ലെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആ സെയിം ഏരിയയിൽ നിന്നും ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മാച്ച് ദ ഫോളോവിങ് ആണ്. നമുക്ക് അതിന്റെ ആൻസറിലേക്ക് പോകാം. സോ ഓസോൺ ലെയർ സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് എയ്റോപ്ലെയിൻസ് പോകുന്നതും സ്ട്രാറ്റോസ്ഫിയറിലൂടെയാണ്. അതുപോലെ തന്നെ റേഡിയോ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് തെർമോസ്ഫിയറിലാണ് നടക്കുന്നത്. ആൻഡ് അടുത്തത് വെതർ ഫിനോമിനയാണ്. വെതർ ഫിനോമിനസ് നമുക്കറിയാം ട്രോപ്പോസ്ഫിയറിന്റെ ഫീച്ചർ ആണെന്നുള്ളത്. ആൻഡ് തിൻ എയർ എന്ന് പറയുന്നത് എക്സോസ്ഫിയർ ആണ് കേട്ടോ. അപ്പോൾ ഈ മാച്ച് ദ ഫോളോവിങ്ങിന്റെ കറക്റ്റ് ആൻസർ ആണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഏരിയയ്ക്ക് കുറച്ച് പ്രാധാന്യം കൊടുത്ത് വേണം പഠിച്ചു പോകാൻ. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇതിലെ 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത് മാച്ച് ദ ഫോളോവിങ് ആയിട്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും, അല്ലെ? ഇപ്പൊ രാജാറാം മോഹൻ റോയ്, അതുപോലെ തന്നെ സ്വാമി ദയാനന്ദ സരസ്വതി, പണ്ഡിത രമാഭായ്, ഈശ്വർചന്ദ്ര വിദ്യാസാഗർ. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, രാജാറാം മോഹൻ റോയ്. He founded the Brahma Sabha. Later it is called Brahma Samaj, and he to promote monotheism and social reform. സ്വാമി ദയാനന്ദ സരസ്വതി, അദ്ദേഹമാണ് ആര്യ സമാജത്തിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. He emphasizing a return to Vedic principles. Pandita Ramabai established a widow home at Pune to provide shelter and education to upper caste widows. Ishwarchandra Vidyasagar was an instrumental in setting up a school for girls and successfully campaigned for the Hindu Widow Remarriage Act. അപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ രാജാറാം മോഹൻ റോയ് ബ്രഹ്മസഭ,
സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജ്, പണ്ഡിത രമാഭായി അപ്പർ കാസ്റ്റ് വിഡോസിന് വേണ്ടിയിട്ടുള്ള വിഡോസ് ഹോം പൂനെയിൽ സ്ഥാപിച്ചു. ഈശ്വർചന്ദ് വിദ്യാസാഗർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അതായത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ അദ്ദേഹം ഹിന്ദു വിഡോ റീമാരേജ് ആക്ടിന് വേണ്ടിയിട്ടും പ്രവർത്തിച്ച വ്യക്തിയാണ്. Dear students, for listening my class. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആണെന്ന് വിശ്വസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ നന്നായിട്ട് എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യുക.